ഇന്ന് നമ്മൾ ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാനുള്ള രീതിയാണ് കേട്ടോ. അതിനുള്ള പ്രിപ്പറേഷനാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം നോക്കിയെന്നത് കാച്ചിയ മോരിലോട്ട്. കാച്ചിയ മോരോടുണ്ട്, കടുമാങ്ങ അച്ചാറുണ്ട്. നമ്മളിപ്പം ഇല സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നല്ല ബ്രൗൺ റൈസ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്കത് ഇടാം. പിന്നെ വരുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മെഴുക്ക് പുരട്ടിയാണ്. ഇത് പയറിൻ്റെ ഒരു മെഴുക്ക് പുരട്ടിയാണ്. നമ്മൾ പൊതിച്ചോറിനൊക്കെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വരുന്നത് ബീട്രൂട്ടിൻ്റെ ഒരു തോരനും വേണമല്ലോ നമുക്ക് പൊതിച്ചോറാകുമ്പോഴേ. അതുകൊണ്ട് ഒരു തോരനും കൂടെ നമ്മളിവിടെ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല മാങ്ങ അച്ചാർ. ഇത് കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഇട്ട് വെച്ചേക്കുന്ന മാങ്ങ അച്ചാറാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക രുചി ഇതിനുണ്ട്. പിന്നെ ഒരു അയല വറുത്തത്, അത് മസാലയൊക്കെ ചേർത്ത് കുറേ പ്രാവശ്യം വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു മുട്ട പൊരിച്ചത്. ഓക്കെ, കാച്ചിയ മോര് ഇതിനകത്ത് ഒഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട വിധം പിന്നീട് ഒഴിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഈ ഒരു പൊതിച്ചോറിനകത്ത് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പൊതിച്ചോറ് നമ്മൾ ഇലയെ നന്നായിട്ട് മടക്കും. ഓക്കെ, ചോറൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മടക്കാൻ പറ്റും. ഇല പൊട്ടിപ്പോകത്തൊന്നുമില്ല, കാരണം നല്ല രീതിയിൽ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇല പൊട്ടാനുള്ള ചാൻസൊക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പറിനകത്ത് നമ്മൾ പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് മാറ്റി വെക്കും. പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ പാർട്ടാണിത്. കാരണം ഇത് തുറക്കുമ്പോൾ ഈ വാഴയിലക്കകത്ത് ആ ചോറും ബാക്കിയുള്ള കൂട്ടാനെല്ലാം കൂടെ സെറ്റായിട്ടൊരു സ്മെല്ലും കൂടി വരും. അതാണ് നമുക്ക് ഈ ഒരു പൊതിച്ചോറ് കഴിക്കാനുള്ള ഒരു വികാരം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഇച്ചിരി നമ്മുടെ മുട്ട ആദ്യമായിട്ട് പിച്ചി കഴിക്കുക. പിന്നീട് കുറച്ച് ചോറും ചമ്മന്തിയും കടുമാങ്ങയും ആ മീൻ്റെ ഇച്ചിരി കഷ്ണവും എല്ലാം കൂടെ നമ്മൾ ഒന്ന് ചെറിയ രീതിയിലൊരു റോളാക്കിയിട്ട് ഇതൊക്കെ വായിലോട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.